വേദിയിലായിരിക്കുന്ന ദേവദാസൻ, കൂടിയിരിക്കുന്ന ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇതിൻ്റെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസം പ്രത്യാശയും നല്ലതാണ്, അതും നിലനിൽക്കുന്നതുമാണ്. എന്നാൽ ഇതിൽ വലിയതോ സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സ്നേഹം എന്ന് വെച്ചാൽ പൂർണ്ണമായി നിലനിൽക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. പിതാവിനോടുള്ള സ്നേഹത്തിലും നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനും മനുഷ്യ ശരീരം എടുത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ച ആ വലിയവനായ സ്നേഹമാണ് യേശു ക്രിസ്തു. ആ വലിയവനായ ദൈവം നമ്മളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ നമ്മൾ ദൈവത്തെ കാണുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നോക്കുന്നത് താഴ്മയും വിനിമയുമുള്ള ഹൃദയങ്ങളെയാണ്. ആ വലിയവനായ യേശു ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവൻ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒന്ന് വായിക്കാം. 13-ാം അധ്യായം വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കെടുക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നതല്ല. ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവൻ സ്നേഹം എന്നെ ആസ്പദമാക്കിയുള്ള വാക്കുകളാണ്. നമുക്കൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാം വിശദീകരിച്ച് തന്നെയാണ് നമ്മൾ ഈ ബൈബിളിൽ പറയുന്നത്. നമ്മുടെ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. 1 കൊരിന്ത്യരിലേക്ക് വരാം. പ്രിയരെ, എന്താണ് സ്നേഹം? ആത്മികർ, ജഡികർ, ലൗകികർ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഭൂമിയിലുണ്ട്. എന്നാൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ സ്നേഹമുണ്ടോ? അതായത് മറ്റുള്ളവരുടെ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ കാലം ഒരുപാട് മാറിയിരുന്നു. പഴയ കാലഘട്ടങ്ങളിലുള്ള പോലെ ഒരു സ്നേഹബന്ധങ്ങളോ സഹകരണങ്ങളോ ഒന്നും നമ്മുടെ ഈ തലമുറയിലോ ഈ ലോകങ്ങളിലോ ഒന്നും ഇല്ല. പഴയ കാലങ്ങളിലാണെങ്കിൽ മറ്റുള്ളവരോട് സഹകരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് ഒരു ആപത്ത് വരുവാണെങ്കിൽ അവരൊന്ന് സഹായിക്കാൻ എല്ലാം കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പഴയ കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങൾ പറയുന്നത് ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനോ മറ്റുള്ളവരെ അറിയുവാനോ സ്നേഹം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഈ വരുന്ന കാലഘട്ടം. എന്തുപോലും നമ്മുടെ സഭകളിൽ പോലും ഇന്ന് സ്നേഹബന്ധങ്ങളോ സഹകരണങ്ങളോ ഇല്ല. ഞായറാഴ്ച സഭായോഗം കടന്നു വരുന്നു, പിന്നെ കാണുന്നതും സഹകരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം പിന്നെ അടുത്ത ഒരു ഞായറാഴ്ച സമയങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങൾ പോകുന്നത്. പണ്ടെന്ന് പറഞ്ഞ ആരാധനയോ എല്ലാവരും ഒരു വിഷയം നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവരും ഒരു കൂട്ടായി ഇരുന്നൊരു പ്രാർത്ഥിച്ചൊരു കാലഘട്ടമായിരുന്നു പഴയത്. അത് മുട്ടിലിരുന്ന് എല്ലാവരും കൈകോർത്തിരുന്ന് പരസ്പരം സ്നേഹബന്ധത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു കാലഘട്ടമായിരുന്നു പഴയ കാലഘട്ടം. ഇന്ന് ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും അത് എന്താണെന്ന് അറിയാൻ പോലുമുള്ള ഒരു മനസ്കഥ ഇല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു കൂടിവരവ് ഒരു ഉദാഹരണത്തിൽ പറയുന്ന കൂടിവരവ് പോലും നമ്മുടെ സഭകളിലോ ഒന്നുമില്ല. കുടുംബങ്ങളിൽ പോലും സ്നേഹബന്ധം എന്തെന്ന് അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇത്. ഓർക്കണം, അപ്പോസ്തലത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അന്നയിൽ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടായ്മ വേണം എന്നാണ്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുക്കുകയാണ്. പ്രിയരെ, ബൈബിൾ പറയുകയാണ് അതല്ല സ്നേഹം, നമ്മൾ സ്നേഹിക്കണം. എന്താണ് സ്നേഹം? 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ നമ്മൾ സ്നേഹിക്കണമെന്ന്. എന്തുകൊണ്ട് എന്ന് ബൈബിൾ അങ്ങനെ പറയും? വാക്കിനാലും നാവിനേക്കാളും നല്ലത് പ്രവൃത്തിയിൽ നമ്മൾ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെന്നാണ്.
സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്, സത്യസന്ധതയോടെ സ്നേഹിക്കുന്നവരുണ്ട്, അല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്നവരുണ്ട്. നമ്മളൊരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ സത്യസന്ധതയോടെ സ്നേഹിക്കാൻ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ് ആ വലിയവനായ ക്രിസ്തു യേശു. ആ സ്നേഹത്തെയാണ് നമ്മൾ ഇന്നും ആരാധനയോടെ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ കൊണ്ടു നടന്ന് ദൈവത്തെ സേവിക്കുന്നതെല്ലാം ആ വലിയൊരു സ്നേഹത്തെ നമ്മൾ മുൻനിർത്തിയാണ്. അപ്പം ആ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്നേഹമുള്ള ഒരു ഹൃദയത്തെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഹൃദയത്തോടെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാനും സ്നേഹിക്കാനും എല്ലാം സത്യത്തിൽ മാത്രമേ നമ്മളൊരു മനുഷ്യനെ സ്നേഹിക്കുകയുള്ളൂ. അതായത് യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത് 18-ാം അധ്യായത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. എന്തുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ പറയുന്നത്? വാക്കല്ല നാവല്ല നല്ലത്, പ്രവൃത്തിയിൽ തന്നെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞല്ല ഒരു വ്യക്തിയല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത്. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. നമുക്കത് വേണം. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പലരും പോയി പറയാം, വ്യക്തി നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ജീവിച്ചത്. ആ ഒരു മരിച്ചു കിടക്കുമ്പോൾ എല്ലാവർക്കും മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ വ്യക്തി ജീവിച്ചിരിക്കും പറയുമ്പം ആ ഒരു വാക്കിനൊരു വിലയുണ്ട്. മരിച്ചു കിടക്കുമ്പോഴല്ല നമ്മൾ ആ ഒരു മനുഷ്യനെ നല്ല വാക്കുകളും സ്നേഹമുള്ള വാക്കുകളും നമ്മൾ പറയേണ്ടത്. ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുമ്പോൾ സ്നേഹമുള്ള ഹൃദയമുള്ളവരായി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയുന്ന ഹൃദയമുള്ളവരായി തന്നെ ജീവിക്കണം. നമ്മുടെ ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് പോലെ വാക്കും നാക്കുമല്ല പ്രവൃത്തിയിൽ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ വാക്യത്തിൽ പറയുന്നത് പോലെ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇത് വലിയതോ സ്നേഹം തന്നെ. ബൈബിൾ പറയുന്നത് പോലെ നമ്മുടെ ആയുസ് എന്ത് എന്ന് അറിയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുവാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മൾ അത്ഭുതങ്ങളും ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണ് എൻ്റെ ഒരു വാക്കിൽ ഞാനിവിടെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ 1 Corinthians പറയുന്ന പോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് മൂന്നും നിൽക്കുന്നു. എന്നാൽ ഇത് വലിയതോ സ്നേഹം തന്നെ. യോഹന്നാനിൽ പറയുന്നത് പോലെ വാക്കും നാക്കുമല്ല നമ്മൾ പ്രവൃത്തിയിൽ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുവാനും അന്യനെ സ്നേഹിക്കാനും അന്ത്യം വരെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാനും നമ്മുടെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി.